വർഷം പുതിയ +2 കൊടുക്കുന്നതിന് സമയപരിമിതി കൊണ്ട് സാധിക്കുമോ എന്ന സംശയം വന്ന സാഹചര്യത്തിൽ അത് റെഫർ ചെയ്തു. അത് സ്വാഭാവികമായും പുതിയ +2 അടുത്ത വർഷമേ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതേസമയം അധിക ബാച്ചുകൾ കൊടുക്കുന്നതിനുള്ള തീരുമാനം ആയി. അപ്പോൾ ഇപ്പോൾ എറണാകുളം മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിൽ നിന്നാണ് അപേക്ഷകൾ ക്ഷണിച്ചത്, അഡീഷണൽ ബാച്ചസ്. അത് സംബന്ധിച്ച് പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. അതേസമയം ഈ പുതിയ +2 ഇല്ലെന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ അഡീഷണൽ ബാച്ചസിന് വേണ്ടി മൊത്തം കേരളത്തിലെ 14 ജില്ലകളിലും അപേക്ഷ കൊടുക്കത്തക്ക വിധത്തിൽ അപേക്ഷ ക്ഷണിക്കാനും തീരുമാനിച്ചു. ഇപ്പം അപേക്ഷ ക്ഷണിച്ച് +2 ബാച്ചുകൾ അനുവദിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള ലിസ്റ്റിൽ നിന്നുള്ള തീരുമാനം നാളെ ഉണ്ടാകും. അതേസമയം +2 ഇല്ലാത്ത പഞ്ചായത്തുകളിൽ പുതിയ +2 സ്ഥാപിക്കാനുള്ള തീരുമാനം വേണ്ട എന്ന അടുത്ത വർഷത്തേക്ക് നീട്ടിവെച്ച സാഹചര്യത്തിൽ പുതിയതായി +2 ബാച്ചുകൾ വേണം എന്നുള്ളതിന് ഉള്ള അപേക്ഷകളാണ് ക്ഷണിക്കുന്നത്. അതിന്റെ അപേക്ഷകൾ കിട്ടി അതിന്മേലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ വർഷത്തെ അഡ്മിഷന് സഹായകരമായ രീതിയിൽ സാധിക്കത്തക്ക വിധത്തിൽ കൊടുക്കണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ എയർഫോഴ്സിന് അനുവദിച്ച സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 110 kV സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്ന് കൊടുക്കും, ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കും. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ESIക്ക് ഏക ഡോക്ടർ ടൈപ്പ് ഡിസ്പെൻസറി തുടങ്ങാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി വിഭാഗം ആരംഭിക്കുന്നതിന് ആവശ്യമായ തസ്തികകൾ അനുവദിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ച് പുതിയ ഡെന്റൽ കോളേജ് ആരംഭിക്കാനും ഡെന്റൽ കൌൺസിലിന്റെ നോംസ് അനുസരിച്ച് തസ്തികകൾ അനുവദിക്കാനും തീരുമാനിച്ചു. നാടാർ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് നിയോഗിച്ച ഹരിഹരൻ നായർ കമ്മീഷന് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായ സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ആവശ്യമായ തസ്തികകൾ അടക്കമുള്ള അതിനുള്ള തീരുമാനമെടുത്തു. കാട്ടാക്കട വെള്ളനാട് വില്ലേജിൽ 20 സെന്റ് സ്ഥലം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ റവന്യൂ വകുപ്പിൽ നിന്ന് വിട്ടുകൊടുത്തു. ചെങ്ങന്നൂരിൽ 16.2 പുറമ്പോക്ക് ഭൂമി ആയുർവേദ ആശുപത്രി നിർമ്മിക്കുന്നതിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ചവറയിലും തൊടുപുഴയിലും ESI ഡിസ്പെൻസറികളിൽ ആയുർവേദ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് തീരുമാനമെടുത്തു. ആറളം ഫാമിൽ അവിടുത്തെ ജീവനക്കാർക്ക് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമിന് അംഗീകാരം നൽകി. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജില്ലാ ഓഫീസുകളിൽ ഇന്നിപ്പോൾ ഗവൺമെന്റിന്റെ കരുതൽ അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പുതിയ പരിപാടികളാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ വർദ്ധിച്ച ജോലിഭാരം കണക്കിലെടുത്ത് 14 ജില്ലാ ഓഫീസുകളിലും ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസുകളിലും 14 അതിന് തസ്തികകൾ സീനിയർ സൂപ്രണ്ട് തസ്തിക സൃഷ്ടിച്ചു. കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ ട്രാവൻകൂർ ഫോക്ലോർ വില്ലേജ് സ്ഥാപിക്കുന്നതിന് 50 സെന്റ് സ്ഥലം റവന്യൂവിൽ നിന്ന് വിട്ടുകൊടുത്തു. കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള അനുമതി പുനഃപരിശോധിച്ച് അത് ക്യാൻസൽ ചെയ്തു. ഒരു സ്കൂൾ കെട്ടിടം ഇടിച്ചു പൊളിച്ചതായിട്ട് പരാതിയൊക്കെ വന്ന ആ സ്കൂളാണ്. ജൂൺ 5-ാം തീയതി വനം പരിസ്ഥിതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വലിയ വിപുലമായ ഒരു പദ്ധതിക്ക് പങ്കാളിത്ത പാരിസ്ഥിതിക കർമ്മ പദ്ധതി പാർട്ടിസിപ്പേറ്ററി എൻവയോൺമെന്റൽ ആക്ഷൻ പ്രോജക്ട് സംസ്ഥാനത്തൊട്ടാകെ നടത്താൻ തീരുമാനിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളെയും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെയും കുടുംബശ്രീ പോലുള്ള സംഘടനകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ വൃക്ഷ തൈകൾ നടുകയും ആ നടുന്ന തൈകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിരം പരിപാടി ഒക്കെ ഇട്ടുകൊണ്ടുള്ള പരിപാടിയാണ്.